തിരുവനന്തപുരം കടക്കാവൂരിൽ നടു റോഡിൽ യുവതിയുടെ കൈ വെട്ടിമാറ്റി. കടക്കാവൂർ സ്വദേശിനി വിജിക്കാണ് വെട്ടേറ്റത്. പ്രതി പിടിയിലായിട്ടുണ്ട്. കടക്കാവൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുതരമായി പരിക്കേറ്റ വിജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഞ്ജു എസ് ബാലൻ കൂടി ചേരുന്നു. അഞ്ജു, എപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്? ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നതിനെ കുറിച്ച് വല്ല വിവരങ്ങളും പുറത്തു വരുന്നുണ്ടോ? മാത്രമല്ല, ഈ ആക്രമണമേറ്റ പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? അഞ്ജു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ കടക്കാവൂരിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ ചാവടിമുക്ക് കടക്കാവൂരിനടുത്തുള്ള ചാവടിമുക്കിന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഈ വിജിയുടെ കൂടെ താമസിക്കുന്ന 2 വർഷത്തിലധികമായി ഇവർ വിജിയും അതുപോലെ തന്നെ ഈ ആക്രമിച്ച അനുവും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവർ തമ്മിൽ ഈ ചാവടിമുക്കി വെച്ച് ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ പ്രതിയായിട്ടുള്ള അനു അവിടെ ഒരു ചാവടിമുക്കിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നാണ് ഈ വിജിയുടെ 2 കൈയിലും വെട്ടുന്നത്. വിജിയുടെ വലത് കൈ പൂർണ്ണമായും അറ്റുപോയ ഒരു അവസ്ഥയാണ്. ഇടത് കൈക്ക് സാരമായ തന്നെ പരിക്കുമേറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ വിജിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിജി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിജിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളൊന്നും അധികൃതർ പുറത്തു പറഞ്ഞിട്ടില്ല. എന്തായാലും വിജി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിക്ക് വേണ്ടി അപ്പോൾ തന്നെ കടക്കാവൂരിൽ നിന്ന് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ കടക്കാവൂരിൽ വെച്ച് തന്നെ പ്രതിയെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, രണ്ടുപേരും 2 വർഷമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിലുണ്ടായ ഒരു ദേഷ്യമാണ് ഇയാളെ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പ്രതിയെ ഇപ്പോൾ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്താണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ കഴിയുന്ന വിജിയുടെ നിലയിൽ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് തൃപ്തികരം എന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിലവിൽ എന്തായാലും ലഭിക്കുന്നില്ല. ഉമ.